എന്താണ് ഈ ശിവാലയ ഓട്ടം? നമുക്കൊന്ന് ചിന്തിച്ചാലോ? ശിവരാത്രി കാലം തിരുവനന്തപുരത്തിനും കന്യാകുമാരി ജില്ല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾക്കും ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ കൂടി കാലമാണ്. തമിഴ്നാട്ടിൽ ഉൾപ്പെട്ട 12 ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയാണ് ശിവാലയ ഓട്ടം. ഇതൊരു വ്രതവും അനുഷ്ഠാനവുമാണ്. ശരിക്കും തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിന് ചുറ്റുമാണ് ഈ എല്ലാ ക്ഷേത്രങ്ങളും. ശിവാലയ ഓട്ടം യഥാർത്ഥത്തിൽ മഹാഭാരത കഥയിലേക്ക് നീളുന്ന ഒരു ഐതിഹ്യമാണ്. യുധിഷ്ഠിരൻ നടത്തുന്ന യാഗത്തിലേക്ക് ശിവഭക്തനായ വ്യാഘ്രപാദ മുനിയെ ക്ഷണിക്കാനായി ഭീമനെ നിയോഗിക്കുന്നു. ഭീമനാകട്ടെ മുനിയുടെ ക്ഷിപ്രകോപത്തെപ്പറ്റി അറിയാതെ അദ്ദേഹത്തെ ധ്യാന സമയത്ത് തന്നെ ക്ഷണിക്കാനൊരുങ്ങുകയും ചെയ്യുന്നു. പക്ഷേ മുനിയുടെ ക്ഷിപ്രകോപത്തെപ്പറ്റി അറിയാമായിരുന്ന ശ്രീകൃഷ്ണൻ ഭീമന് 12 രുദ്രാക്ഷങ്ങൾ നൽകിയാണ് അയച്ചിരുന്നത്. അദ്ദേഹം വിന്ധ്യപർവ്വതം കടന്ന് കന്യാകുമാരിയിലെ താമ്രപാണി ആറിൻ്റെ കരയിലെത്തി. അവിടെ ധ്യാനനിരതനായിരുന്ന മുനിയെ കണ്ടു. ഏറെ നേരം കഴിഞ്ഞിട്ടും ധ്യാനത്തിൽ നിന്ന് അദ്ദേഹം ഉണരുന്നില്ല. ഭീമൻ അക്ഷമയായി മുനിയെ ഉണർത്താൻ ശ്രമിച്ചു. ഇതിൽ കുപിതനായ മുനി ഭീമനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഭീമന് അപ്പോഴാണ് രുദ്രാക്ഷത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഭീമൻ ഓരോ രുദ്രാക്ഷങ്ങൾ പിറകിലേക്ക് എറിഞ്ഞുകൊണ്ട് ഓടാൻ തയ്യാറായി. ഈ രുദ്രാക്ഷങ്ങൾ വീണ സ്ഥലങ്ങളിലെല്ലാം ഓരോ ശിവലിംഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഓരോ ശിവലിംഗം കാണുമ്പോഴും മുനി അതിന് പൂജകൾ നടത്താൻ ശ്രമിക്കും. അപ്പോഴേക്കും ഭീമൻ വീണ്ടും ഓടിവരും. വീണ്ടും വ്യാഘ്രപാദൻ പിന്നാലെ പായും. ഭീമൻ ഈ ഓടുന്ന സമയത്തെല്ലാം ഗോവിന്ദ ഗോപാല എന്ന് വിഷ്ണുനാമം ജപിച്ചുകൊണ്ടാണത്രേ ഓടിയത്. മുനി പിടികൂടാറാകുമ്പോഴൊക്കെ ഭീമൻ രുദ്രാക്ഷം എറിഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെയൊക്കെ ശിവലിംഗങ്ങൾ പ്രത്യക്ഷമായി. ഒടുവിൽ തിരുനാട്ടാലെത്തിയപ്പോൾ വിഷ്ണുവും മഹാദേവനും ഒന്നിച്ച് ഇരുവർക്കും ദർശനം നൽകി. ഈ തിരുമല, തിക്കുറിശ്ശി, തൃപ്പരപ്പ്, തിരുനന്തിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടൈക്കാട്, തിരുവിതാംകോട്, തൃപ്പന്നിയോട്, തിരുനെട്ടാലം എന്നിങ്ങനെയാണ് ഈ 12 ശിവക്ഷേത്രങ്ങൾ. ഒരു രാത്രിയും പകലും കൊണ്ട് ഈ 12 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം എന്നാണ് വിശ്വാസം. തിരുമലയിൽ ആരംഭിച്ച് തിരുനാട്ടാലാണ് യാത്ര അവസാനിക്കേണ്ടത്. തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൻ്റെ 100 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. കാവിയോ വെള്ളമുണ്ടോ ധരിച്ചാണ് കാൽനടയായി തീർത്ഥാടനം നടത്തേണ്ടത്. ഇവരുടെ കയ്യിലെല്ലാം ഒരു വിശറിയും 2 സഞ്ചികളും ഉണ്ടാകും. ഒന്നിൽ ഭസ്മവും മറ്റൊന്നിൽ പണവും. ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ കുളിച്ച് ഈറനോടെയാണ് ദർശനം നടത്തേണ്ടത്. ഈ സമയം ഗോവിന്ദ ഗോപാല എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ വിശറി കൊണ്ട് പ്രതിഷ്ഠയിൽ വീശുകയും വേണം. കാൽനടയാത്രയായിരുന്നു ദർശനം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളിലും ദർശനം നടത്തി വരുന്നവരുണ്ട് അത്രേ. ഇതാണ് പ്രസിദ്ധമായ ശിവാലയ ഓട്ടം.